ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് വേണേൽ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. അതൊരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ എല്ലാ സൈഡിലും മസാല എത്തുന്ന വിധം മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് ചിക്കൻ പൊരിക്കാൻ ആവശ്യമായ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട, നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ 2 ഭാഗവും നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയാണ് ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത്. അതൊന്ന് അരിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഞാനിതിൽ ചേർത്തത്. ഇനി കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 5-8 വറ്റൽമുളക് കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ഒരു 20 ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കമാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും കൂടെ ചേർക്കുക. വറ്റൽമുളകിന് എരിവ് കുറവാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. മസാലകളൊക്കെ ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുക. എരിവ് കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് കൂടെ ചേർക്കാം. ഇനി ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സ്പൈസിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
പിന്നെ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്